നമസ്കാരം. ബാലുശ്ശേരി MLA ആയ CPM-കാരൻ സച്ചിൻ ദേവിനെതിരെ സത്യപ്രതിജ്ഞാ ലംഘന പരാതിയുമായി ഒരു സംഘടന മുന്നിട്ട് വന്നിരിക്കുകയാണ്. ആ പരാതി നൽകപ്പെട്ടിരിക്കുന്നത് ഗവർണർക്കും അതേപോലെ തന്നെ സ്പീക്കർക്കുമാണ്. ഈ സംഘടനയുടെ പേര് ഭാരത പൗരസഭ എന്നാണ്. ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഈ പരാതി അയച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് അനിൽ ഐക്കര എന്ന വ്യക്തിയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളുടെ എല്ലാം ലംഘനം നടന്നിരിക്കുന്നു എന്നാണ് ഈ MLA-ക്കെതിരെയുള്ള പ്രധാനപ്പെട്ട പരാതി. MLA മാത്രമല്ല, MLA-യുടെ ഭാര്യയായിട്ടുള്ള തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമെതിരെയും ഈ പരാതിയുണ്ട്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകേണ്ട കൂട്ടത്തിൽ തീർച്ചയായിട്ടും നിയമപാലകർ, പോലീസുകാരും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ അതേ ഉത്തരവാദിത്വം തന്നെ ഒരു MLA-ക്കും ഒക്കെ ഉണ്ട്. MLA-മാരെയൊക്കെ തിരഞ്ഞെടുത്ത് വിടുന്നത്, MLA ആവട്ടെ മേയർ ആവട്ടെ, ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് വിടുന്നത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ, ജനങ്ങൾക്ക് ഹാനികരമാകുന്ന രീതിയിൽ അവരൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. ഇവിടെ നമുക്കറിയാം, മേയറാണെങ്കിലും മേയറുടെ ഭർത്താവാണെങ്കിലും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു KSRTC ബസ്സിൻ്റെ മുന്നിലേക്ക് അവരുടെ സ്വകാര്യ വാഹനം കൊണ്ട് വട്ടം കൊണ്ടിടുന്നു. അതിനുശേഷം തർക്കം നടത്തുന്നു. പിന്നീട് ആ ബസ്സിനകത്ത് ഈ സച്ചിൻ ദേവ് MLA അനധികൃതമായിട്ട് കടന്നു കയറുന്നു. അദ്ദേഹം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല കടന്നു കയറുന്നത്. അതിനുശേഷം അതിൽ ഉണ്ടായിരുന്ന, അതായത് ഏതാണ്ട് യാത്ര അവസാനിക്കാറായിരുന്ന ഒരു ബസ്സാണ്. അവിടെ നിന്ന് പിന്നെയും 1.5 കിലോമീറ്റർ കൂടി കൊണ്ട് ഈ ഡിപ്പോയിലേക്ക്, അപ്പോൾ അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിലേക്ക്, തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ അതിനു മുമ്പ് തന്നെ യാത്രക്കാരെ ആ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ ജോലിയുമല്ല. അപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഒരു സംഘടന തന്നെ, ഒരു ഭാരത പൗരസഭ എന്നൊരു സംഘടന തന്നെ സ്പീക്കർക്കും ഗവർണർക്കുമായിട്ട് പരാതി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരിക്കൽ ഒരു ആളെ, ഒരു ജനപ്രതിനിധിയെ നമ്മൾ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തിന് ശേഷമേ ഉള്ളൂ അതിൽ നമുക്കെന്തെങ്കിലും ഒരു വീണ്ടും വിചാരത്തിന് അവസരമുള്ളൂ. ആ ഒരു കാര്യം നിലനിൽക്കെ തന്നെയാണ് രാജ്യത്ത് വലിയ രീതിയിലുള്ള ചർച്ച നടന്നാണ് ലോക്പാൽ ബില്ലും മറ്റുമൊക്കെ കൊണ്ടുവരണം. അതായത് തിരിച്ചു വിളിക്കാനുള്ള, ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം കൂടി ജനങ്ങൾക്ക് കൊടുക്കണം. നിലവിൽ അങ്ങനെയുള്ള സംഗതിയൊന്നും ഇല്ല എങ്കിലും ഈ തെരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികൾക്കെതിരെ ജനങ്ങൾ തന്നെ ഇതേപോലെ പരാതിയായിട്ട് വരുന്നത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചേക്കാം. ഇതൊരു നല്ല പ്രവണത തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ സംഘടനകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ രംഗത്ത് വരിക തന്നെ വേണം എന്നാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെയും ആഗ്രഹം.